ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം മികച്ച പോരാട്ടങ്ങൾ ടീമുകൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില പ്രധാന ടീമുകൾ പിന്നോട്ട് പോകുന്നത് ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് യഥാർത്ഥത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകടനമാണ്. 5 പ്രാവശ്യം ചാമ്പ്യന്മാരായ CSK ഈ ടീമിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വലിയ ആരാധക പിന്തുണയുള്ള CSKയ്ക്ക് ഒരു മത്സരത്തിൽ പോലും ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. നിലവിൽ ഇപ്പോൾ അവസാന സ്ഥാനക്കാരായിട്ടാണ് CSK നിലനിൽക്കുന്നത്. 9 മത്സരങ്ങളിൽ 7ലും പരാജയപ്പെട്ട CSK നിലവിൽ അവസാന സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല CSK പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതകളും അവസാനിച്ചു. ഇനി അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചെത്തുമെന്നാണ് ധോണി അടക്കമുള്ളവർ ആരാധകരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ പ്രാവശ്യത്തെ CSKയുടെ പിന്നോട്ട് പോക്ക് ആരാധകർക്ക് വലിയ നിരാശയും തിരിച്ചടിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ അടുത്ത സീസണിൽ വലിയ അഴിച്ചുപണിയിലേക്ക് CSK കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. MS ധോണി അടക്കം ഈ സീസണോടെ വിരമിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ധോണിക്ക് ശേഷം CSK മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ചൊരു താരത്തെ വളരെയധികം ആവശ്യമാണ് ടീമിനിപ്പോൾ. അതിനാൽ CSK ചില നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഋഷഭ് പന്തിനെയാണ് CSK നോട്ടമിടുന്നതെന്ന് സൂചനകളുമുണ്ട്. കഴിഞ്ഞ മെഗാലയത്തിന് മുമ്പ് തന്നെ ഋഷഭ് പന്തുമായി CSK ചർച്ചകൾ നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. പക്ഷേ ഋഷഭ് നായകസ്ഥാനം ചോദിച്ചതിനാൽ ഈ കരാർ നടക്കാതെ പോയി എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ സീസണോടെ ധോണി പടിയിറങ്ങും. ഇപ്പോൾ വലിയ വിമർശനം ധോണി നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു സീസൺ കൂടി CSKയിൽ തുടരുക ധോണിക്ക് വളരെയധികം ബുദ്ധിമുട്ടുമായിരിക്കും. അതിനാൽ ഉപദേഷ്ടാവിൻ്റെ റോളിലേക്ക് ധോണി മാറുവാനുള്ള സാധ്യതയാണ് കൂടുതലും.